നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കൊല്ലത്ത് സ്പോർട്സ് ഹോസ്റ്റലിൽ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ 2 കുട്ടികളുടെ മരണം ഒരുപോലെ ഹോസ്റ്റലുകാരെയും അതുപോലെ വീട്ടുകാരെയും സഹപാഠികളെയെല്ലാം തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എല്ലാ മേഖലയിലും പഠനത്തിലാണെങ്കിലും കായിക രംഗത്താണെങ്കിലും ഒരുപോലെ തിളങ്ങി നിന്നവരായിരുന്നു ഈ 2 കുട്ടികൾ. ഹോസ്റ്റൽ മുറികളിലും കളിക്കളങ്ങളിലും എന്നും ചിരിച്ച മുഖത്തോടെ മാത്രം കണ്ടിരുന്നവർ. അവരുടെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അപ്രതീക്ഷിത വേർപാട് താങ്ങാനാകാത്ത നടുക്കത്തിലാണ് കൊല്ലം സായിയിലെ കായിക താരങ്ങൾ. ബുധനാഴ്ച നടന്ന കബഡി മത്സരത്തിലടക്കം വിജയിച്ച് ആവേശത്തോടെ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയവർ വ്യാഴാഴ്ച പുലർച്ചെ നിശ്ചലരായി മാറിയ വാർത്ത വിശ്വസിക്കാനാകാതെ കരച്ചിലടക്കാനാകാതെ നിൽക്കുകയാണ് അവിടം. മണിക്കൂറുകൾക്ക് മുമ്പ് വരെ തങ്ങളോട് തമാശകൾ പങ്കുവെച്ച അല്ലെങ്കിൽ കളിയും ചിരിയും വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ച പ്രിയ സുഹൃത്തുക്കളുടെ ആ മരണ വാർത്ത കണ്ടുനിന്ന ആരുടെയും കരളലിയിക്കുന്ന ദൃശ്യമായിരുന്നു സായ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. കായിക കേരളത്തെ ഒന്നടങ്കം നടക്കിക്കൊണ്ടാണ് കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിന് സമീപത്തെ സായ് ഹോസ്റ്റലിൽ 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം സ്വദേശിനിയും കബഡി താരവുമായ വൈഷ്ണവി 15 വയസ്സാണ് പ്രായം. കോഴിക്കോട് സ്വദേശിനിയും അത്ലറ്റിക് താരവുമായ സാന്ദ്ര 18 വയസ്സാണ്. 2 പേരും ഒരുമിച്ച് ജീവിതം അവസാനിപ്പിച്ചത്. കല്ലുവാതുക്കലിൽ നടന്ന കബഡി മത്സരത്തിൽ വിജയിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇരുവരും ദാരുണമായ അന്ത്യം വരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പതിവ് പരിശീലനത്തിന് സമയമായിട്ടും ഇരുവരെയും മൈതാനത്ത് കണ്ടില്ല. തുടർന്ന് സാന്ദ്രയുടെ മുറിയിൽ അന്വേഷിച്ചെത്തിയ അധികൃതർ വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തി. വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നപ്പോഴാണ് കണ്ടത് 2 ഫാനുകളിലായി പുതപ്പിൽ തൂങ്ങി നിൽക്കുന്ന 2 കൗമാരക്കാരെയാണ്. ആ കാഴ്ച ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. സാന്ദ്രയുടെ മുറിയിലെ 2 ഫാനുകളിലായിട്ടാണ് ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ ഈ കുട്ടികളുടെ ശരീരം കണ്ടെത്തുന്നത്. ഇരുവരും തങ്ങളുടെ മേഖലകളിൽ സ്ഥിരതയോടെ മികവ് പുലർത്തിയ കായിക താരങ്ങളായിരുന്നു. കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിന് സമീപമാണ് ഈ പറയുന്ന സായ് ഹോസ്റ്റൽ. വൈഷ്ണവിയുടെ മുറി ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിലും സാന്ദ്രയുടേത് 3ാമത്തെ നിലയിലുമാണ്. സാന്ദ്രയ്ക്കൊപ്പമുള്ള കുട്ടികളെ ബുധനാഴ്ച രാത്രി വേറെ മുറിയിലേക്ക് പറഞ്ഞയച്ച ശേഷം ഇരുവരും ഒരുമിച്ച് മുറിയിലേക്ക് പോവുകയായിരുന്നു. അതായത് ആ മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരെ മറ്റുള്ള മുറികളിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് ഇരുവരും സാന്ദ്രയുടെ മുറിയിലുണ്ടായിരുന്നത്. രാത്രി 12 വരെ ഇവിടെ വെളിച്ചമുണ്ടായിരുന്നതായും അസ്വാഭാവികമായി ഒന്നും ഉണ്ടായില്ലെന്നാണ് മറ്റുള്ള കുട്ടികളടക്കം പറയുന്നത്. അതായത് ഇത്തരത്തിൽ അങ്ങനെ പറഞ്ഞയക്കുമ്പോഴും മറ്റുള്ള കുട്ടികൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അവരുടെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ ഭയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ കളിച്ചു ചിരിച്ചു തന്നെയായിരുന്നു മരണപ്പെട്ട 2 കുട്ടികളും ഉണ്ടായിരുന്നത് എന്നാണ് മറ്റുള്ള കൂടെയുള്ള ഹോസ്റ്റലിലെ കുട്ടികൾ പറയുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 5-ന് പതിവ് പരിശീലനത്തിന് ഇരുവരും എത്തിയിരുന്നില്ല. മറ്റു കുട്ടികൾ തിരക്കി എത്തിയപ്പോഴാണ് വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീടാണ് സെക്യൂരിറ്റി ജീവനക്കാരനും പരിശീലകരും എത്തി വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കുട്ടികളെ കണ്ടത്. സാന്ദ്ര 4 വർഷം മുമ്പോ വൈഷ്ണവി 1.5 വർഷം മുമ്പാണ് സായിയിൽ പ്രവേശനം ലഭിച്ചെത്തിയത്. വൈഷ്ണവി ഉൾപ്പെട്ട സായിയുടെ ടീം ബുധനാഴ്ച വൈകിട്ട് കല്ലുവാതുക്കലിൽ നടന്ന കബഡി ടൂർണമെന്റിൽ വിജയിച്ച് ആഹ്ലാദത്തോടെയാണ് മടങ്ങിയത്. എന്നാൽ ആ ആഹ്ലാദത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. രാത്രി 10:30 വീട്ടുകാരെ വിളിച്ച് താൻ വിജയിച്ച വിവരം വൈഷ്ണവി സന്തോഷത്തോടെയും പങ്കുവച്ചിരുന്നു. അപ്പോഴൊന്നും ആ വീട്ടുകാർക്കും ആ കുട്ടിയുടെ ശബ്ദത്തിലോ അല്ലെങ്കിൽ സംസാര രീതിയിലോ ഒന്നും അസ്വാഭാവികതയായി തോന്നിയില്ല. യാതൊരുവിധ അസ്വാഭാവികതയും അപ്പോൾ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് വേണുവും പറയുന്നുണ്ട്. സാന്ദ്രയും കഴിഞ്ഞ അത്ലറ്റിക് മീറ്റുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു. മരിച്ചിരുവരുടെയും പോക്കറ്റുകളിലും നിന്ന് ആത്മഹത്യക്കുറിപ്പുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുറിപ്പിലെ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ വാർഡൻ, മറ്റ് അന്തേവാസികൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും സിറ്റി പോലീസ് കമ്മീഷണറും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. സംഭവം പുറത്തറിഞ്ഞ് വൈകാതെ തന്നെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിനരികിലെ ഹോസ്റ്റൽ ഗേറ്റിന് മുൻവശം ആളുകളെ കൊണ്ട് നിറഞ്ഞു. പോലീസിനെ മാത്രമേ ആദ്യം ഗേറ്റിനുള്ളിലേക്ക് കടത്തിവിട്ടുള്ളൂ. ഹോസ്റ്റലിലെ കുട്ടികളിൽ ആർക്കും സംഭവം ഉൾക്കൊള്ളാൻ പോലും ആയില്ല. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഗേറ്റിനുള്ളിലും ആൺകുട്ടികളുടേത് പുറത്ത് സ്റ്റേഡിയത്തിന്റെ മുകൾ നിലയിലുമാണ്. കുട്ടികൾ ആരും മുറികളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. വിവരമറിഞ്ഞ് മറ്റു കുട്ടികളുടെ മാതാപിതാക്കളും
രക്ഷിതാക്കളും പരിശീലകരും എത്തിയിരുന്നു. പലരെയും അകത്തേക്ക് കടത്തിവിടാത്തത് നേരിയ തർക്കത്തിനിടയാക്കി. പരിശീലകരും ബന്ധുക്കളും പുറത്തെത്തിയത് അറിഞ്ഞ് ഓടിയെത്തിയ കുട്ടികൾ ഗേറ്റിനുള്ളിൽ നിന്ന് തന്നെ കരഞ്ഞുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി കല്ലുവാതുക്കലിൽ കബഡി ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോയി വിജയിച്ച് ചിരിച്ചു കളിച്ചാണ് വൈഷ്ണവി എത്തിയത്. സാന്ദ്രയുടെ പെരുമാറ്റത്തിലും അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നും അവർ ഏങ്ങി പറഞ്ഞു. കുട്ടികളുടെ ദയനീയ സ്ഥിതി നിസ്സഹായരായി നോക്കി നിൽക്കാനേ പുറത്തുള്ളവർക്കാകുമായിരുന്നുള്ളൂ. തിരുവനന്തപുരത്തുള്ള വൈഷ്ണവിയുടെ കുടുംബം രാവിലെ തന്നെ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് ഇവർ കുട്ടിയുടെ മരണവിവരം അറിയുന്നത്. പൊട്ടിക്കരഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവരും കുഴങ്ങി. സാന്ദ്രയും ബുധനാഴ്ച രാത്രി വീട്ടിലേക്ക് വിളിച്ചിരുന്നെന്നും ഏറെ സന്തോഷത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും കൊല്ലത്തേക്ക് എത്തവേ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. കുട്ടികളുടെ മരണത്തിന് പിന്നിൽ ഹോസ്റ്റൽ അധികൃതരുടെ പീഡനമാണെന്ന ആരോപണവുമായി ഒളിമ്പ്യൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ മോശം പെരുമാറ്റമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നതെന്ന് മുൻപും സായ് കേന്ദ്രത്തിൽ സമാനമായ രീതിയിൽ ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. സംഭവം ദൗർഭാഗ്യകരമാണെന്ന് ശിശുക്ഷേമ സമിതി വിലയിരുത്തി. ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾ മാനസികമായി തളരാതിരിക്കാൻ സമിതിയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നൽകുമെന്നും ജില്ലാ സെക്രട്ടറി ഡി ഷൈൻദേവ് അറിയിച്ചു. CPIM ജില്ലാ നേതാക്കളും സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികളും സ്ഥലത്തെത്തി സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈഷ്ണവിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സാന്ദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാകും. സായി റീജിയണൽ ഡയറക്ടർ വിഷ്ണു സുധാകരൻ സ്ഥലത്തെത്തി മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് മുൻ പരിശീലകൻ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. 4 വർഷം മുമ്പ് സായിൽ നിന്ന് രാജിവെച്ച ഒളിമ്പ്യനും ആലപ്പുഴ സ്വദേശിയുമായ അനിൽകുമാറാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കൊല്ലം സായിയിലെ സെൻട്രൽ ഇൻചാർജ്, കേരള റീജിയന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ തുടങ്ങിയവരുടെ രീതികളെക്കുറിച്ചും അനിൽകുമാർ പറഞ്ഞു. കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, സമഗ്ര അന്വേഷണം വേണം. പോലീസ് സമീപിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നൽകും. സായിൽ തന്നെ പരിശീലനം നേടി അവിടെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ജോലി രാജിവെച്ചു പോയത്. സായിലെ മാനസിക പീഡനം കാരണമാണ് ജോലി കളഞ്ഞത്. കോച്ചായ എനിക്ക് പോലും അവിടെ കൃത്യമായി ജോലി ചെയ്യാനുള്ള അവസ്ഥയുണ്ടായിരുന്നില്ല. 2022 സായിലെ ജീവനക്കാരനായ രവി ജീവനൊടുക്കിയിരുന്നു. സായിലെ മുതിർന്ന കോച്ചിനാണ് സെന്റർ ഇൻചാർജായുള്ള ചുമതല കൊടുക്കുന്നത്. ആ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആളാണെന്ന രീതിയിലാണ് കുട്ടികളെയും മറ്റു ജീവനക്കാരെയും അപമാനിക്കുന്നത്. കേരള റീജിയണിന്റെ ചുമതല വഹിക്കുന്ന ജി കിഷോറും സെൻട്രൽ ഇൻചാർജ് ഓഫീസർ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് നടപടികൾ എടുക്കുന്നത്. എനിക്ക് തന്നെ 8 മെമ്മോ ലഭിച്ചിട്ടുണ്ട്. രവി മരിച്ചപ്പോഴും കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം നടത്തിയില്ലെങ്കിൽ സായിയും ഇനിയും സമാന സംഭവങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. കുട്ടികളെ അവർ അപമാനിച്ചു കാണും. സാധാരണ കുട്ടികൾ ഗൗരവമായ തെറ്റുകൾ ചെയ്താൽ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷമാണ് നടപടികൾ എടുക്കാനുള്ളത്. സെൻട്രൽ ഇൻചാർജ് പ്രശ്നങ്ങൾ ഇത്തരത്തിലല്ല ഒതുക്കി തീർക്കുന്നത്, സ്വന്തമായി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. മോശം കാര്യങ്ങളാണ് കൊല്ലം സായിൽ നടക്കുന്നതെന്ന് ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞിരുന്നെന്നും അനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇപ്പോഴത്തെ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ചും കൃത്യമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രം കൂടുതൽ സ്ഥിരീകരണങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ സായിലെ 20 കുട്ടികളുടെയും വാർഡന്മാരുടെയും മൊഴി ശേഖരിച്ചിരുന്നു. ഇതിൽ സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. 2 പേരുടെയും പോക്കറ്റിൽ നിന്ന് രക്ഷിതാക്കളോട് മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. ഏതായാലും വളരെ ഗൗരവം നിറഞ്ഞിട്ടുള്ള ഒരു കേസാണിത്. തീർച്ചയായിട്ടും എന്താണ് കുട്ടികളുടെ മരണത്തിന് പിന്നിലെ കാരണം എന്നുള്ളത് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറം ലോകം അറിയേണ്ടതാണ്. കാരണം ഇനിയും അവിടെ ഇപ്പോൾ നമുക്ക് 2 പ്രഗത്ഭരായിട്ടുള്ള 2 കുട്ടികളെയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനിയും അത്തരത്തിലുള്ള മരണങ്ങൾ അവിടെ ആവർത്തിച്ചുകൂടാ. അതുകൊണ്ട് ആ സ്ഥാപനത്തിന് പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇത്തരത്തിൽ പറയുന്നത് പോലെ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ഇത്തരത്തിൽ മാനസികമായിട്ട് എന്തെങ്കിലും പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അത് പുറത്തു വരട്ടെ. അന്വേഷണം ശരിയായ രീതിയിൽ തന്നെ നടക്കട്ടെ.